മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സീക്രട്ട് ഡിസയർ ഓഫ് യുവർ പേഴ്സൺ എന്നുള്ള. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്തായിരിക്കാം സീക്രട്ടായിട്ട് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് സീക്രട്ടായിട്ട് വെളിപ്പെടുത്താനായിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെയുള്ള എന്തെങ്കിലും സീക്രട്സ് അവരുടെ ലൈഫിലുണ്ടോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാനായിട്ടുള്ള റീഡിംഗ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, സീക്രട്ട് ഡിസയർ ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഈ ഒരു സമയത്ത് സീക്രട്ടായിട്ട് ആഗ്രഹിക്കുന്നത്? സീക്രട്ട് ഡിസയർ ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, ഈ വ്യക്തി എന്താണ് സീക്രട്ടായിട്ടിപ്പോൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്? ഈ റിലേഷൻഷിപ്പിൽ അവർ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് ആയിരിക്കാം. എന്ത് തന്നെ ആയിരുന്നാലും ഈ ഒരു സമയത്ത്, ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളത് അറിയാനായിട്ടുള്ളതാണെന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, ലുക്കിംഗ് അറ്റ് യു, ടോക്കിംഗ് ടു ഈസ് ഗ്രേറ്റസ്റ്റ് എൻജോയ്മെൻറ്റ് ഫോർ മീ. ഓക്കെ, നിങ്ങളെ നോക്കിയിരിക്കാൻ, നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു ഈ വ്യക്തി എന്നുള്ളത് നമുക്ക് മാസ്റ്റർ കാർഡ് വ്യക്തമാക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി അവർ നിങ്ങളുടെ അടുത്ത് ഇതുവരെയും എക്സ്പ്രസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ നിങ്ങളോട് അവരുടെ ശരിക്കുമുള്ള ക്യാരക്ടർ അവർ ഹൈഡ് ചെയ്തിട്ടാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് ബാക്കി കാർഡ്സ് എന്തൊക്കെയാണെന്ന് ലഭിച്ചിരിക്കുന്നത് നോക്കാം. ഐ എം ബിസി വിത്ത് അവർ റെസ്പോൺസിബിലിറ്റീസ്, യു നീഡ് ടു അക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ, തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളൊരു വേർപാടിലായിരിക്കാം. ഈ വ്യക്തിയുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കാം. പക്ഷേ അതിൻ്റെ റീസൺ എന്താണ് എന്ന് അവരിപ്പോൾ വെളിപ്പെടുത്താനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് അവരുടെ ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർക്ക് വന്നിട്ടുണ്ടാവാം. അവർക്ക് അത് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അവർക്ക് നിങ്ങളെ അവഗണിക്കേണ്ടതായോ, നിങ്ങളെ പ്രോപ്പറായിട്ട് നിങ്ങളോട് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നൽകാനോ ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു റീസൺ നിങ്ങളെ അറിയിക്കുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം എന്നും നിങ്ങളോട് അവർ പറയുന്നുണ്ട്. വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ, ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അവരെ മനസ്സിലാക്കണം എന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. പല പ്രാവശ്യം അവർ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ചിലപ്പോൾ കേൾക്കാനായിട്ട് നിന്നിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ആ ഒരു സങ്കടം കൊണ്ട്, ചിലപ്പോൾ നിങ്ങൾ അത്രയും അഗാധമായിട്ട് പ്രണയിച്ചൊരു വ്യക്തിയായിരുന്നു. ആ ഒരു മൊമെൻറ്റിലൊക്കെയും നിങ്ങളുടെ ആ ഒരു പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാക്കാണ്ട് ഈ വ്യക്തി നിങ്ങളെ വിട്ടുപോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ ഈ വ്യക്തി അവരുടെ ഭാഗത്ത് നിന്നുകൂടി നിങ്ങൾ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ദാറ്റ് മീൻസ് അവരെ നിങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് എപ്പോഴും നിങ്ങൾ അവരുടെ ഒപ്പം ഉണ്ടാകണം. പക്ഷെ നിങ്ങളുടെ പോലെ അത്രയും ഓപ്പൺ ആവാൻ, അല്ലെങ്കിൽ അത്രയും എക്സ്പ്രസീവ് ആവാനായിട്ട് ആ വ്യക്തിക്ക് കഴിഞ്ഞില്ല. അവർ കുറച്ച് റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു പേഴ്സണാണ്, അല്ലെങ്കിൽ കുറച്ച് മെച്യൂരിറ്റി അവർക്ക് കൂടുതലാണ് നിങ്ങളെക്കാളും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, യു ആർ മൈ ഓക്സിജൻ, ഇമ്പോസിബിൾ ടു സ്റ്റേ അലൈവ് വിത്തൗട്ട് യു. അവർ പറയുന്നത് നിങ്ങളാണ് അവരുടെ ഓക്സിജൻ, പ്രാണവായു അല്ലെങ്കിൽ ജീവൻ ഒക്കെ നിങ്ങളാണെന്നാണ് അവർ പറയുന്നത്. അത്രയും ഡീപ്പായിട്ടുള്ളൊരു പ്രണയമൊക്കെ ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ദർ ഈസ് നോ വൺ ബിഫോർ ഓർ ആഫ്റ്റർ, യു ആർ ദ ഓൺലി വൺ. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് പോലും തോന്നിയിട്ടുണ്ടാവും. നിങ്ങളല്ലാതെ അവർക്ക് മറ്റാരെങ്കിലും അവരുടെ ലൈഫിലൊരു പാർട്ട്ണറായിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് മറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ അത് ക്ലിയർ ചെയ്യാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തന്നെയാണ് അവരുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ, അവരുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ നിങ്ങളാണ് എന്നവർ വീണ്ടും നിങ്ങളോട് പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നേരിട്ട് കാണുമ്പോഴൊക്കെയും അവർക്ക് ഇതൊക്കെ പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ചില ഈഗോ പ്രോബ്ലംസ് ആയിരിക്കാം നിങ്ങളോട് ഇതൊന്നും റിവീൽ ചെയ്യാൻ ആ വ്യക്തി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല.
ഐ ആം ഡ്രീമിങ് അബൌട്ട് യു റൈറ്റ് നൗ ഫീലിംഗ് സോ ക്ലോസ്. ഇപ്പോഴും അവരുടെ മനസ്സിലും അവരുടെ സ്വപ്നങ്ങളിലുമൊക്കെയും നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ സാമീപ്യമാർക്ക് അത്രയും ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. ഐ എം ഇൻ ലവ് വിത്ത് യു, വിൽ യു ബി മൈ വേ. ഓക്കെ, ഒരു ഫ്രഷ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ന്യൂ സ്റ്റാർട്ട് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്ന് ഇപ്പോൾ ആ വ്യക്തി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഐ എം അഡിക്റ്റഡ് ടു യു, കാൺട്ട് സ്റ്റോപ്പ് മിസ്സിങ് ആൻഡ് ലവിങ് യു. നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു അഡിക്ഷൻ ആ വ്യക്തിക്ക് ഫീൽ ചെയ്യാണ്. നിങ്ങളെ പ്രണയിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ ഒന്നും ആ വ്യക്തിക്ക് കഴിയുന്നില്ല എന്നാണ് ആ വ്യക്തി വ്യക്തമാക്കുന്നത്. ഐ ആം ദ ലക്കിയസ്റ്റ് പേഴ്സൺ, താങ്ക് യു ഫോർ കമ്മിങ് ഇൻ മൈ ലൈഫ്. ഓക്കെ, അതായത് അവരുടെ ലൈഫിൽ നിങ്ങളെ ലഭിച്ചെന്ന് പറയുന്നത് അവർക്ക് അത്രയും ഭാഗ്യമുള്ളത് കൊണ്ടാണ്, അവരത്രയും ഭാഗ്യശാലി ആയതുകൊണ്ടാണ് എന്നവർ വിശ്വസിക്കുന്നു. ഐ നെവർ ഇമാജിൻഡ് അവർ റിലേഷൻ വിൽ എൻഡ് ലൈക്ക് ദിസ്. ഒരിക്കലും അവർ സങ്കല്പിച്ചിട്ട് പോലും ഉണ്ടാകില്ല, അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ ഒരു രീതിയിൽ എൻഡ് ആയി പോകും എന്ന്. ഓക്കെ, ഐ ആം ദ ഹാപ്പിയസ്റ്റ് മീ വെൻ ഐ ആം വിത്ത് യു. ഓക്കെ, അവരെ ഏറ്റവും കൂടുതൽ സന്തോഷവാനായിട്ട് അല്ലെങ്കിൽ സന്തോഷവതിയായിട്ട് കണ്ടിരുന്നത് നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തിരുന്ന സമയങ്ങളിലാണ് എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, ലവ് യു ആർ മൈ ഹാർട്ട്, ഐ വോണ്ട് ടു സേ ഐ ലവ് യു. ഓക്കെ, ഇപ്പോൾ ഈ നിമിഷം അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സീക്രട്ട് എന്താണെന്നുള്ളത് ഈ ഒരു ഒറ്റ കാർഡിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം നിങ്ങൾ കരുതുന്ന പോലെയല്ല, അവരുടെ മനസ്സിൽ അത്രയും ഡീപ്പായിട്ടുള്ളൊരു പ്രണയമുണ്ട്. നിങ്ങളോടിത് പറയാൻ, ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവർ ഐ ലവ് യു എന്നുള്ളതാണ്. നിങ്ങളെ എത്രമാത്രമാണ് ആ വ്യക്തി സ്നേഹിക്കുന്നത് എന്നാണ്. ഓക്കെ, ആൻഡ് യുവർ ഫ്രണ്ട്സ് ആർ ജെലസ് വിത്ത് അവർ റിലേഷൻ, ബി വെയർ. ഓക്കെ, നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. അത് നിങ്ങളുടെ തന്നെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങൾക്ക് അത്രയും അടുപ്പമുള്ള ഒരു വ്യക്തി ആയിരിക്കാം. അത് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ സൈഡിലാണ് അങ്ങനെയുള്ളൊരു തേർഡ് പാർട്ടി ഉള്ളത് എന്നവർ പറയുന്നുണ്ട്. മൈ ഹാർട്ട് ഈസ് ടയർഡ് ഓഫ് ഗെറ്റിംഗ് ഹേർട്ട്, ഐ നീഡ് സ്പേസ്. ഇമോഷണൽ ബാഗേജ് ആയിട്ടാണ്, അതായത് ഇപ്പോൾ അവർ ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ലൈഫിൽ എന്താണ് ഇനിയും ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാനായിട്ട് ആ വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ദർ ഈസ് സംതിങ് ദാറ്റ് കണക്ട് അസ് ഓൾ ദി ടൈം. എന്തോ ഒരു കണക്ഷൻ നിങ്ങളെ തമ്മിൽ എപ്പോഴും ഇങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു വൈബ്രേഷൻ അവർക്ക് ഫീൽ ചെയ്യുകയാണ്. ഓക്കെ, എത്ര ഡിസ്റ്റൻസിൽ പോയാലും ആ ഒരു കണക്ടിവിറ്റി അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഒരു ആത്മബന്ധം നിങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ആ ഒരു സോൾ ബോണ്ടിങ് അതൊക്കെയാണ്. ഓക്കെ, അവർക്ക് എന്താണ്, അവർ അത്രത്തോളം ആഴത്തിൽ നിങ്ങൾ അവരെ വേദനിപ്പിക്കുന്നു എന്നുള്ളത് അവർ പറയുന്നുണ്ട്. അതെന്താണെന്ന് അറിയില്ല. കാരണം അവരെ നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവാം, അതുപോലെ നിങ്ങൾ അവരെ ഡൗട്ട് ചെയ്തിട്ടുണ്ടാവാം. ഇതെല്ലാം ആ വ്യക്തിയെ ഭയങ്കരമായിട്ടുള്ള ആഴത്തിലുള്ള വേദന ആ വ്യക്തിക്ക് കൊടുത്തു എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നുണ്ട്. അവരുടെ ബ്രോക്കൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അവർ ലവ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അസ്. ഓക്കെ, എത്ര ഡിസ്റ്റൻസിലാണെങ്കിലും നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും ഇടയിലുള്ള പ്രണയം എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ്ങർ ആണ് എന്നാണ് ആ വ്യക്തി വ്യക്തമാക്കുന്നത്. ഐ സ്വെയർ ഐ ആം മിസ്സിങ് യു ബാഡ്ലി റൈറ്റ് നോ. ഓക്കെ, അവർ പറയുകയാണ് അത്രയും ആഴത്തിൽ അവർ നിങ്ങളെ മിസ് ചെയ്യാണ്. ഈ ഒരു മൊമെൻറ്റിൽ പോലും അത്രയും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് ആ വ്യക്തി. ഐ ഫീൽ ജെലസ് ആൻഡ് ആങ്കർ ബിക്കോസ് ഐ ലവ് യു ഡീപ്ലി. നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള അസൂയയാണ്, അവർക്ക് ദേഷ്യമാണ് നിങ്ങളോട്. പക്ഷെ അതെല്ലാം അവർ നിങ്ങളോട് പ്രതിഫലിപ്പിക്കുന്നത്, അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങളോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഴത്തിലുള്ള പ്രണയമാണ് അതിൻ്റെ റീസൺ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത്തരം ചില സീക്രട്സ് തന്നെയാണ് ആ വ്യക്തി നിങ്ങളോട് വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും അവർ നേരിൽ കാണുമ്പോൾ ഒരിക്കലും നിങ്ങളോട് റിവീൽ ചെയ്യാത്ത, അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവർ ഹൈഡ് ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങൾ, കുറേ മെസ്സേജസ് ആണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. ആൻഡ് നിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ അറിയുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഈ വ്യക്തി ഇപ്പോൾ മാറ്റാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ട്രൈങ് ടു കണക്ട് യു ത്രൂ സോഴ്സ്, അതായത് മറ്റ് വ്യക്തികളിലൂടെയൊക്കെയും നിങ്ങളെക്കുറിച്ച് അറിയാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ അവർക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടു പിരിയാനാവില്ല എന്നുള്ള ഒരു എനർജിയാണ്
നമുക്കിവിടെ ഓവറോൾ റീഡിങ്ങിൽ നിന്നും മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.